ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കാണാതെ പോയ ആടിൻ്റെ ഉപമ ലൂക്കാസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം വ്യത്യസ്തമായ ഭാഷയിൽ ഈശോ മറ്റു ചില സൂചനകൾ നമുക്ക് നൽകാനായിട്ട് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇവിടെ ഈശോ ഈ കഥ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ വേറെ ഒരു തലത്തിലാണ് മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തില് അവരുടെ ദൂതന്മാര് നിരന്തരം ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് നീ മറക്കരുത് എന്ന മുഖവരയോടുകൂടിയാണ് ഈ തിരുവചന ഭാഗം ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കാണാതെ പോയ ആടിൻ്റെ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന അർത്ഥം ഒരുപക്ഷെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു നോക്കുക. തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അവൻ ദൈവസന്നിധിയിൽ മടങ്ങിയെത്താൻ വേണ്ടിയിട്ട് അവൻ്റെ കരച്ചില്, അവൻ്റെ മടക്കയാത്ര ആവശ്യമാണ് എന്ന് ലൂക്കാസ് സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ 3 ഉദാഹരണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് പുലർത്തേണ്ട മനോഭാവത്തെക്കുറിച്ച്. നമ്മുടെ സഹചര്യത്തിൽ ആരെയും കൊച്ചായ്ക്ക് കാണാൻ, നിന്ദിക്കാൻ, അപമാനിക്കാൻ നീ പരിശ്രമിക്കരുത് എന്ന്, അവരെക്കുറിച്ച് കരുതലുള്ളൊരു ദൈവമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടുത്തെ കഥാപാത്രം കുഞ്ഞാട് അല്ല, കുഞ്ഞാടിനെ നിന്ദിക്കുന്നവനാണ്. അവനെ അപമാനിക്കുന്നവനും ചെറുതാക്കി കാണാൻ ആഗ്രഹിക്കുന്നവനുമാണ്. അവനാണ് തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുക. കാവൽദൂതന്മാരുടെ വലിയ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് നാം എല്ലാവരും എന്ന സത്യം നാം തിരിച്ചറിയണം. എന്നെ കാത്തുപരിപാലിക്കാനും എന്നെ നിർവഴിക്ക് നയിക്കാനും ഒരു കാവൽദൂതനുണ്ട് എങ്കിൽ ഞാൻ ആരെയെങ്കിലും ഒരാളെ അപമാനിക്കുകയോ നിന്ദിക്കുകയോ അവൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ കമൻ്റ് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ദൂതൻ എന്നെക്കുറിച്ച് ദൈവസന്നിധിയിൽ പരാതി ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണമെന്നാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ആശയം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുന്നതിൻ്റെ സന്തോഷം നമ്മൾ പലരും അനുഭവിക്കുന്നവരാണ്. ഈ ലോകത്തിൽ ഏറ്റവും കഴിവുള്ള വ്യക്തി, ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി, സാമ്പത്തികമായിട്ട് വെൽ ഓഫ് ആയിട്ടുള്ള ആൾ, മറ്റുള്ളവരെക്കാളൊക്കെ എന്തുകൊണ്ടും ഒരുപടി മുന്നിൽ നിൽക്കുന്നവൻ ഞാനാണ് എന്ന് ചിന്തിക്കുന്നവൻ, എന്നെക്കാളും ഉപരി മറ്റൊരുവനെ കാണാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്തവൻ, അവൻ്റെ വീഴ്ചകൾക്ക് വേണ്ടി ആഗ്രഹിക്കും, അവൻ്റെ പരാജയം സ്വപ്നം കാണും, അവനെ കൊച്ചാക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടും. ഇവിടെയാണ് നമുക്ക് തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് ഈശോ പറയുക. അവരനെ എന്നെക്കാളും ശ്രേഷ്ഠരായി കരുതുമ്പോൾ, എന്നെക്കാളും വിദ്യാഭ്യാസവും പ്രായവുമൊക്കെ കുറഞ്ഞവർക്ക് എന്നെക്കാളും ആശയങ്ങളുടെ തലത്തിൽ സംഭാവന നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാനാകും എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ ജപമാല മാസം നമ്മൾ ആചരിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം കുറിച്ചിടേണ്ട ഒരു ആശയം, എളിയവളായതിൻ്റെ പേരിൽ സ്വർഗം സമ്മാനം കൊടുത്ത മാതൃത്വം ദൈവസന്നിധിയിൽ ദാസിക്ക് തുല്യം സമർപ്പിച്ച ഒരു അമ്മയെയാണ്.
ആ അമ്മയുടെ പുണ്യവഴികളാണ് നമുക്കും വഴി നടത്തപ്പെടേണ്ടതിൻ്റെ ആദർശ മേഖല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ, നമുക്ക് ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അവന് വില കൊടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ആരെയും കൊച്ചാക്കി കാണിക്കുന്നതിൻ്റെ പേരിൽ അവൻ്റെ ദൂതൻ എനിക്കെതിരെ ദൈവസന്നിധിയിൽ പരാതി ഉയർത്താതിരിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.